പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു അരിസ്റ്റോക്രാറ്റിക് മജീഷ്യനെ പോർട്രേ ചെയ്യുന്നത് മുതൽ എക്സ്മെൻ പോലെയുള്ള ചലച്ചിത്രങ്ങളിൽ വോൾവറിനെ പോർട്രേ ചെയ്യുന്നത് വരെ ഹ്യൂ ജാക്മാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പലരുടെയും മനസ്സിൽ വരുന്നത് വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞ പദമായിരിക്കും. 2014 എക്സ്മെൻ ഡേയ്സ് ഓഫ് ദ ഫ്യൂച്ചർ പാസ്റ്റ് അല്ലെങ്കിൽ 2017 ലോഗാൻ പോലുള്ള ചിത്രങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരിക്കലും വോൾവറിൻ ക്യാരക്ടർ ഇനി പോർട്രേ ചെയ്യാൻ പോകുന്നില്ല എന്നായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്ന ഡെഡ്പൂൾ 3ന്റെ ഒഫീഷ്യൽ ന്യൂസ് കേട്ടതിന് ശേഷം നിങ്ങളെയും എന്നെയും പോലെയുള്ള ഹ്യൂ ജാക്മാൻ ഫാൻസ് ഒത്തിരി അധികം ഹാപ്പി ആയിരുന്നിരിക്കും. ഈ ന്യൂസ് കേൾക്കുമ്പോഴുള്ള സന്തോഷത്തിന് പാരലായി നമ്മൾ റാഷണലായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹ്യൂ ജാക്മാന്റെ വയസ്സെന്ന് പറയുന്നത് ഏകദേശം 55 വയസ്സാണ് ആവാൻ പോകുന്നത്. അദ്ദേഹം പോർട്രേ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറോ വോൾവറിൻ പോലെയുള്ള മാക്സിമം ഷ്രെഡഡ് ആയി ഇരിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിന് ഈ ക്യാരക്ടർ എത്രത്തോളം പുൾ ഓഫ് ചെയ്യാൻ പറ്റും, അതും ഈ ഒരു ഏജ് എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അധികം താമസിപ്പിക്കാൻ നമുക്ക് വീഡിയോ അങ്ങ് തുടങ്ങാം. 1968 വർഷം ഒരു UK കപ്പിളിന് സിഡ്നിയിൽ വെച്ച് 5ാമത് കുട്ടിയായിട്ടാണ് ഹ്യൂ ജാക്മാൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏർലി ചൈൽഡ്ഹുഡിലും അതേപോലെ അഡോളസൻസിലും ഒക്കെ അദ്ദേഹം എത്ര ആക്റ്റീവ് ആയിരുന്നു എന്ന് ഞാൻ നെറ്റിൽ തപ്പിട്ട് എനിക്ക് അധികമൊന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഔട്ട്ഡോറിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ബീച്ചസിൽ അദ്ദേഹം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് ഒരു മോഡറേറ്റ്ലി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ് ഹ്യൂ ജാക്മാന് ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ളത്. 1995 കോറലി എന്ന് പറഞ്ഞ TV സീരീസിലൂടെയാണ് ഹ്യൂ ജാക്മാൻ സ്വന്തം ആക്ടിംഗ് കരിയർ തുടങ്ങുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിന് 27 വയസ്സായിരുന്നു. ആ സമയത്തുള്ള ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഷർട്ട് ഊരി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ബോഡി എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതായിട്ടോ യാതൊരു ഫോട്ടോസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റുള്ള ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ആവറേജ് കോക്കേഷ്യൻ അഡൽട്ടിന് എങ്ങനെയാണോ ശരീരം ഉണ്ടാവുക അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരം ഉണ്ടായിട്ടുള്ളത്. ഏർലി 2000s മുന്നേ അദ്ദേഹം ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഹോളിവുഡിലോ ഒരു വലിയ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു. എന്നാൽ 2000 ജൂലൈ മാസം വന്ന എക്സ്മെൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം വോൾവറിൻ ക്യാരക്ടർ പോർട്രേ ചെയ്തു. ഇത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കരിയറിന് ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ഓവർനൈറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു വേൾഡ് വൈഡ് സെൻസേഷൻ ആയിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ഭയങ്കര വെൽ ഡെവലപ്ഡ് ബോഡിയോ ഒത്തിരിയധികം മസ്കുലറോ അല്ലെങ്കിൽ ഒരു ഷ്രെഡഡ് ഫിസിക്കോ ഒന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം അത്യാവശ്യം ഫിറ്റ് ആണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. സോ നമുക്ക് ഹ്യൂ ജാക്മാന്റെ പ്രോഗ്രഷൻ നമ്പേഴ്സ് വെച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്മെൻ എന്ന് പറയുന്ന ചലച്ചിത്രം റിലീസ് ആവുന്നത് 2000 ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറയുന്നത് 32 ആണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് ഞാൻ നെറ്റിൽ നിന്ന് തപ്പിയപ്പോൾ കിട്ടിയത് 78 kg എന്നുള്ളതാണ്. ഫോട്ടോസ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് എനിക്ക് അപ്രോക്സിമേറ്റ് ആയി ഗെസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത് 18 to 20% എന്നുള്ളതാണ്. ഇത് മൂന്നും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് FFMI എന്നൊരു അനുപാതം കണ്ടുപിടിക്കാം. ഈ FFMI എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എത്ര മസിൽസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു അനുപാതമാണ്. നിങ്ങൾക്ക് അഥവാ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ FFMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് നെറ്റിൽ തപ്പിയാൽ മതി. എന്നിട്ട് ഈ ഡേറ്റ എല്ലാം നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് FFMI വാല്യൂ കിട്ടും. ആ കിട്ടുന്ന FFMI വാല്യൂ എന്ന് പറയുന്നത് ഈ സമയത്ത് അദ്ദേഹത്തിന് 17.29 ആണ് എന്നുള്ളതാണ്. FFMI റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ആവറേജ് അഡൽട്ടിന് വരേണ്ട FFMI എന്ന് പറയുന്നത് 18 മുതൽ 20 വരെയാണ് എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഹ്യൂ ജാക്മാൻ ഉണ്ടായിരുന്നത് ഒരു ബിലോ ആവറേജ് FFMI ആണ്. ഇനി ഇതിന് മുന്നേ അദ്ദേഹം വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ എന്ന് ഡെഫിനറ്റീവായി എനിക്ക് ഓൺലൈനിൽ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പല സോഴ്സസും പറയുന്നത് അദ്ദേഹം ഇതിന് ശേഷമാണ് വെയിറ്റ് ട്രെയിനിങ് വളരെ സീരിയസ് ആയി എടുത്തു തുടങ്ങിയത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. സെന്റർ ഫോർ മെൻസ് ഹെൽത്തിലെ ഈ റിപ്പോർട്ട് പറയുന്നത് ഒരു ആവറേജ് അഡൽട്ടിന് 30 വയസ്സാവുമ്പോഴാണ് ടെസ്റ്റോസ്റ്ററോൺ പീക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. അതിനുശേഷം ടെസ്റ്റോസ്റ്ററോൺ ഡിക്ലൈൻ ആണ് ചെയ്യാറുള്ളത്. ഇതിന്റെ അർത്ഥം ഹ്യൂ ജാക്മാന് 32 വയസ്സുണ്ടായപ്പോൾ, അതായത് എക്സ്മെൻ റിലീസ് ചെയ്ത സമയത്ത് ടെസ്റ്റോസ്റ്ററോൺ ഏകദേശം പീക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് അദ്ദേഹത്തിന് FFMI 17.29 ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ബോഡി ബിൽഡിംഗ് ജെനറ്റിക്സ് വളരെ പുവർ ആണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സോഴ്സസിലുള്ള പോലെ തന്നെ അദ്ദേഹം ഈ പ്രായം മുതലാണ് വെയിറ്റ് ട്രെയിനിങ് സീരിയസ് ആയി ചെയ്തു തുടങ്ങിയത് എന്നുള്ള അസംഷനിൽ നമുക്ക് മുന്നോട്ട് പോകാം. 2003 പുറത്തു വന്ന X2 എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം വീണ്ടും ഈ വോൾവറിൻ ക്യാരക്ടർ പോർട്രേ ചെയ്യുകയുണ്ടായിരുന്നു. ആ സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ബോഡി നല്ലോണം ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് മസിൽ മാസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബോഡി ഫാറ്റ് പെർസെന്റേജ് കുറച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. 2003 റിലീസായ X2 എന്ന് പറയുന്ന സിനിമ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറയുന്നത് 34 ആണ്. മേ ബി അത് ഷൂട്ടിംഗ് ഇപ്പോൾ 33 ആയിരിക്കാം, കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കാം. എനിവേ നമുക്ക് 34 എന്ന് തന്നെ എടുക്കാം. ആൻഡ് അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 84.8 kg ആണ്. അതായത് 78 നിന്നും നന്നായിട്ട് അദ്ദേഹത്തിന് വെയിറ്റ് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ന്യൂബി ഗെയിൻസ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാം. കാരണം നമുക്കറിയാം ഒരാൾ ആദ്യമായിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വന്തം ശരീരം പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, മസിൽസ് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഫിനോമിനെയാണ് നമ്മൾ ന്യൂബി ഗെയിൻസ് എന്ന് വിളിക്കുന്നത്.
ഫോട്ടോസ് കണ്ടിട്ട് ഒരിക്കൽ കൂടി എനിക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് അഗൈൻ ഒരു 18 to 19%, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 18 to 19% ആണ് എന്നുള്ളതാണ് എന്റെ അനുമാനം. ഇത് മൂന്നും വെച്ച് നമുക്ക് ഒരിക്കൽ കൂടി FFMA വാല്യൂ കണ്ടുപിടിക്കാം. FFMA കാൽക്കുലേറ്ററിൽ നിന്നും അദ്ദേഹത്തിന് ഈ സമയത്തുണ്ടായിരുന്ന FFMA എന്ന് പറയുന്നത് 19.31 ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. 2006 പുറത്ത് വന്ന എക്സ്മെൻ ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് സ്വന്തം ബോഡി കുറച്ചുകൂടെ നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഫർദറായി 2009 പുറത്ത് വന്ന എക്സ്മെൻ ഒറിജിൻസ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ഫർദർ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇതെല്ലാം നമുക്ക് ന്യൂബി ഗെയിംസ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാവുന്നതാണ്. 2006 എക്സ്മെൻ ലാസ്റ്റ് സ്റ്റാൻഡിൽ അദ്ദേഹത്തിന്റെ ഏജ് എന്ന് പറയുന്നത് 37 ആണ്, വെയിറ്റ് എന്ന് പറയുന്നത് 87 ആണ്. ആൻഡ് ബോഡി ഫാറ്റ് പെർസെന്റേജ് ഇതിൽ നിന്നും 2003 നിന്നും കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 17 to 18 ആയിരിക്കാം. അതേപോലെ 2009 എക്സ്മെൻ ഒറിജിൻസ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ആകുമ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സാണ്. ആ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 88.5 ആണ്. അതേപോലെ തന്നെ ബോഡി ഫാറ്റ് പെർസെന്റേജ് ഇതിൽ നിന്നും അധികം വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് രണ്ടിന്റെയും FFMA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2006 അദ്ദേഹത്തിന്റെ FFMA എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 20യും 2009 അദ്ദേഹത്തിന്റെ FFMA എന്ന് പറയുന്നത് 20.8 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാമും നമുക്ക് പ്രോബബ്ലി ന്യൂബി ഗെയിംസ് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 മുതൽ അദ്ദേഹം വെയിറ്റ് ട്രെയിനിങ് സീരിയസ് ആയി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം വെയിറ്റ് ട്രെയിൻ ചെയ്തു കഴിഞ്ഞു. ഇതോടെ തന്നെ അദ്ദേഹത്തിന്റെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ പുതിയതായി വെയിറ്റ് ട്രെയിനിങ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് ട്രാൻസ്ഫോം ചെയ്ത് സ്വന്തം ബോഡി കൊണ്ടുവരാൻ കഴിയും. അതേപോലെ തന്നെ മസിൽ മാസ് പെട്ടെന്ന് കൂട്ടാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു 8 മുതൽ 10 വർഷം വരെ ഒരാൾ കണ്ടിന്യൂസ് ആയി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേരുന്നതാണ്. ഒരാൾക്ക് നാച്ചുറലി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് മസിലിനെയാണ് നമ്മൾ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുള്ളത്. 2013 അദ്ദേഹത്തിന് ഏകദേശം 45 വയസ്സുള്ളപ്പോഴാണ് വോൾവറിൻ എന്ന് പറഞ്ഞ ഈ സിനിമ പുറത്തു വരുന്നത്. ഈ സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പ്രീവിയസ് റോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരിയധികം മസിൽസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നും അതേപോലെ സ്വന്തം ബോഡി ഫാറ്റ് പെർസെന്റേജ് ഇനിയും ഫർദർ കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ശേഷം 2014 എക്സ്മെൻ ഡേയ്സ് ഓഫ് ദ ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം സ്വന്തം പീക്ക് ഫിസിക്കിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഗൈൻ ഈ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 46 വയസ്സാണ്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു വരുന്ന ഒരു സമയത്താണ് അദ്ദേഹം സ്വന്തം പീക്ക് ഫിസിക് അറ്റൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് ഏകദേശം ലോവസ്റ്റ് ആണ്. അതേപോലെ തന്നെ മസിൽ മാസ് പ്രീവിയസ് എല്ലാ റോൾസിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അധികം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2013 വോൾവറിൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ആകുമ്പോൾ അദ്ദേഹത്തിന് 44 വയസ്സായിരുന്നു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 90.75 ആണ്. ഒരിക്കൽ കൂടി ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കുറെ കൂടെ റിപ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 15% ആയിരിക്കണം ആ സമയത്ത് ബോഡി ഫാറ്റ് പെർസെന്റേജ്. ഫർദർ 2014 എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറയുന്ന സിനിമ റിലീസ് ആകുമ്പോൾ അദ്ദേഹത്തിന് 45 വയസ്സാണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 92.98 kg ആണ്. അതേപോലെ തന്നെ ഒത്തിരി അധികം റിപ്ഡ് ആയിരുന്നു അദ്ദേഹം. ആൻഡ് അദ്ദേഹത്തിന്റെ പീക്ക് ഫിസിക് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി ഒരു 12% ബോഡി ഫാറ്റ് ആണ് എന്നുള്ളതാണ് ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ FFMA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 21.43 എന്നും അതേപോലെ 22.7 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് ഈ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഈ ഗ്രാഫിലെ Y ആക്സിസിൽ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് FFMA വാല്യൂസ് ആണ്. അറ്റ് ദ സെയിം ടൈം X ആക്സിസിൽ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഏജ് ആണ്. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 32 വയസ്സുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ FFMA വാല്യൂ എന്ന് പറയുന്നത് 17.29 ആയിരുന്നു. അപ്പൊ ആ രണ്ട് ഡേറ്റ പോയിന്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമിലർലി ഈ ഓരോ ഏജും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FFMA വാല്യൂ വെച്ച് ഞാൻ ഓരോ പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ആദ്യം FFMA നന്നായിട്ട് കൂടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതിനനുസരിച്ച്. ഇത് ന്യൂബി ഗെയിൻ ആണ്. ആൻഡ് ഫർദർ പോകുന്നതോറും ഇവിടെ FFMA വാല്യൂ കുറഞ്ഞു വന്ന് ഒരു പ്ലാറ്റോ ആവുന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് ശേഷം അതായത് അദ്ദേഹത്തിന് ഒരു 40 വയസ്സായതിനു ശേഷം ഈ 2013 ഈ രണ്ട് വാല്യൂസ് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ FFMA വാല്യൂ പെട്ടെന്ന് അങ്ങ് കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിന് ശേഷം മിക്കവാറും ഇങ്ങനെ പോകാനായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് മാക്സിമം. അതായത് വളരെയധികം ഒരാൾ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്ലാറ്റോ ആവും. ചെറുതായിട്ട് വേണമെങ്കിൽ കുറച്ച് FFMA ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയില്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവൽസിലെല്ലാം ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെയായിരിക്കും അത് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഇവിടെ ഇത് കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി 2002 പുറത്തു വന്ന ഈ പഠനം പറയുന്നത് ഒരു നാച്ചുറലായ മനുഷ്യന്റെ ടെസ്റ്റോസ്റ്ററോൺ വാല്യൂ എന്ന് പറയുന്നത് ഓരോ വർഷവും 2 മുതൽ 3% വരെ കുറഞ്ഞു വരാറുണ്ട് എന്നുള്ള കാര്യമാണ്. സോ ഞാൻ അപ്പുറത്തെ സൈഡിലെ Y ആക്സിസിൽ ടെസ്റ്റോസ്റ്ററോൺ പെർസെന്റേജ് വരയ്ക്കണം. അപ്പൊ ഇത് T പെർസെന്റേജ് എന്ന് ഞാൻ എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ പെർസെന്റേജ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഏകദേശം ഇങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു വന്നത്. അപ്രോക്സിമേറ്റ്ലി ഓരോ വർഷം 2% വെച്ച് കുറയുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഡോട്ടഡ് ലൈൻ പോലെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ടെസ്റ്റോസ്റ്ററോൺ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. 2017 പുറത്തു വന്ന ലോഗാൻ എന്ന് പറയുന്ന സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഫിസിക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. 2014 ഉണ്ടായിരുന്ന ഒരു ഫിസിക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ഇത് പ്രോബ്ലി ഒരു ഓൾഡ് ഏജ് കാരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാം. എന്നാൽ ഒരു 3 വർഷ കാലഘട്ടത്തിൽ, അതായത് 45 വയസ്സിൽ അദ്ദേഹത്തിന് ഇത്രയും മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ട് പെട്ടെന്ന് ഒരു 3 വർഷം കൊണ്ട് 48ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഇത്രയും മസിൽസ് നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. Over the years, people have wondered, did he juice? Did he take steroids? No. I love my job and I love Wolverine. I've got to be careful what I say here, but I had been told anecdotally what the side effects are of that, and I was like, I don't love it that much. No, I just did it the old school way, and I tell you... നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് റിയലിസ്റ്റിക് ആയ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പലരും ചിന്തിക്കാറുള്ളത് എനിക്ക് ഹ്യൂ ജാക്ക്മാനെ പോലെ ആവണം, അതൊരു 6 മാസത്തിലാവണം അല്ലെങ്കിൽ 8 മാസത്തിലാവണം എന്നൊക്കെയാണ് എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുപോലെ ആയി തീരണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഡീമോട്ടിവേറ്റഡ് ആവാറുമുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ നോക്കി അവരെ പോലെ ആയി തീരണം എന്ന് ഒരിക്കലും എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യരുത്. നമുക്കുണ്ടാവേണ്ട കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഇന്നലെയുള്ള എന്നേക്കാൾ ഇന്ന് ഞാൻ ബെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് മൈ സക്സസ്. മാത്രമല്ല ഒരു നല്ല ഹെൽത്തിന് വേണ്ടി എപ്പോഴും വർക്കൗട്ട് ചെയ്യുക, അതൊരിക്കലും ലുക്സിനാവാതിരിക്കുക. ഓൾറൈറ്റ്, ഇതേപോലെ ക്രിസ് ഇവാൻസിനെ നാറ്റി ആണോ അല്ലയോ എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.